സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത്. സോ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അനുസരിച്ചായിരിക്കും നമ്മളുടെ സമ്പദ്ഘടനയുടെ വളർച്ചയും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വളർച്ചയും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് പോലും ഇതനുസരിച്ചായിരിക്കും ക്രമീകരിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മളൊരു ലോൺ എടുത്തെന്ന് വിചാരിക്കുക. ഈവൻ അതിനിടയിലായിട്ട് RBI ഒരിക്കൽ റിപ്പോ റേറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ RBIയുടെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോണിലും അതേ പെർസെൻറ്റേജ് വൈസ് നമ്മുടെ ലോണിലും ആ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇങ്ങനെ RBI പോളിസി നമ്മളുടെ പോർട്ട്ഫോളിയോനെയും നമ്മളുടെ സാമ്പത്തികത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതിനെ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് സംസാരിച്ച് നോക്കാം. നമ്മളൊരു ലോൺ എടുത്ത് നിശ്ചയിക്കുക. ആ സമയത്ത് റിപ്പോ റേറ്റ് 40 ബേസിസ് പോയിന്റ് ആണ് എന്ന് RBI നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ തുടർന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾക്ക് റിപ്പോ റേറ്റ് ഒരു 40 ബേസിസ് പോയിന്റിൽ 0.40 ബേസിസ് പോയിന്റിൽ റിപ്പോ റേറ്റ് കൂട്ടി എന്നുണ്ടെങ്കിൽ RBIക്ക് ബാങ്ക്സ് RBIക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടി എന്നാണ് അർത്ഥം. അങ്ങനെ ബാങ്ക്സ് RBIക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് കൂട്ടി എന്നുണ്ടെങ്കിൽ ബാങ്ക്സ് എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തത്? നമ്മളിൽ നിന്നാണ് കണക്ട് ചെയ്തത്. അങ്ങനെ വന്നാൽ നമ്മളെടുത്ത് 7% ലോൺ എന്ന് പറയുന്നത് തുടർന്ന് അങ്ങോട്ട് ചിലപ്പോൾ ഒരു 8%ലോട്ടോ അല്ലെങ്കിൽ 7.5%ലോട്ടോ മാറിയേക്കാം. RBIയുടെ വരുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ പോർട്ട്ഫോളിയോനെ എഫക്ട് ചെയ്യും. RBI പോളിസീസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ്. പുതിയ ഗവൺമെന്റ് ആരാണെന്ന് അറിയാനും പുതിയ ഗവൺമെന്റിന്റെ പോളിസീസ് എന്താണെന്നും അറിയാനും ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്, അവരുടെ പോളിസീസ് എങ്ങനെയിരിക്കും, അവരുടെ ചിന്താഗതി എങ്ങനെയിരിക്കും, അവരുടെ വിഷൻസ് എങ്ങനെയിരിക്കും, ഇങ്ങനെ എല്ലാമാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നതും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന ഇനി ഇവിടുന്ന് അടുത്ത 5 വർഷത്തേക്ക് ബിഹേവ് ചെയ്യാൻ പോകുന്നു. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ സമയത്ത് നടന്ന ഒരു വലിയൊരു വൊളറ്റാലിറ്റി, ഒരു 9% അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ താഴത്തോട്ട് പോയി. നമ്മളെല്ലാ മീഡിയാസിലും ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ ഓഹരി വിപണി തകർന്നു എന്ന് പറയുന്ന തരത്തിലൊരു വാർത്തയെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ആ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. അന്ന് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് എങ്ങനെ മാർക്കറ്റ് 9% ഇടിഞ്ഞു, എന്തുകൊണ്ട് മാർക്കറ്റ് തലേ ദിവസം ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 23,338 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് മാർക്കറ്റ് എത്തി. ഇങ്ങനെ എല്ലാമാണ് കാര്യങ്ങളെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് ഏത് തരത്തിലെല്ലാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ കുറച്ച് പൊളിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിൽ പോലും നമ്മൾ ഇതിൽ കുറച്ച് ഫാക്ട്സ് ആണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് അഡ്രസ് ചെയ്യാനുണ്ടോ, ഇത്തരത്തിലുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഇൻട്രോ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ദിസ് ഈസ് ഹിഷാം കപ്പൽ, യുവർ ഫിനാൻഷ്യൽ ബ്രദർ. അങ്ങനെ ഫാക്ട്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നതുണ്ട്. സോ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ആസ് ഓൺ 10th ജൂൺ 2024, അതായത് ജൂൺ 10-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 23,400 ടച്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരികയാണ് ഉണ്ടായത്. ജസ്റ്റ് ഒരു 40 പോയിന്റ്സ് ആണ് ഇന്നത്തേക്ക് താഴേക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ വിഷയം നടക്കുന്നത് 7-ാം തീയതിയാണ്. രാഹുൽ ഗാന്ധി പ്രസ് മീറ്റ് നടന്നത് 7-ാം തീയതിയാണ്, വെള്ളിയാഴ്ച വൈകിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് നടക്കുന്നത് നമ്മുടെ ഇലക്ഷൻ ഡേയിലാണ്. അതായത് 4th ജൂണിലാണ് നമ്മുടെ ഇലക്ഷൻ നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ആ ഒരു വിഷയം ഞാൻ ഇവിടെ പറയുകയാണ് അന്നുണ്ടായത്. സോ ആ ഇലക്ഷൻ നടന്ന അന്ന് മാർക്കറ്റ് ഒരു അന്നത്തെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 23,338 നിന്ന് മാർക്കറ്റ് താഴോട്ട് ഒരു 9% വരികയാണ് ഉണ്ടായത്. അതിലേക്ക് കടക്കുന്നതിന് നമ്മൾ ആ പോയിന്റ്സും അതുപോലെ തന്നെ ആ ഡാറ്റാസും വെച്ച് സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. സോ നമ്മളിവിടെ കാണുന്നത് നിഫ്റ്റി 50യുടെ ഡെയിലി ചാർട്ടാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഡേറ്റ് 10th ജൂൺ വൈകിട്ട് 5:30 മണിക്കാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,259 എന്ന് പറയുന്ന ഒരു ലോവർ എൻഡിലാണ്, അതായത് 30 പോയിന്റ് ലോവറിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഹൈ ആയിട്ട് ടച്ച് ചെയ്തിട്ടുള്ളത് 23,400 എന്ന് പറയും. നമ്മൾ ഇന്ന് പറയുന്ന ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളത് ജൂൺ 4th-നാണ്. ജൂൺ 4th എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ഷൻ നടന്ന ദിവസമാണ്. ഇലക്ഷൻ നടന്ന ദിവസം മാർക്കറ്റിന്റെ ഒരു വലിയ കാൻഡിൽ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും. ഈ വലിയ കാൻഡിൽ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് താഴോട്ട്, വളരെയധികം താഴോട്ട് പോയി എന്നാണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ലോ ടച്ച് ചെയ്തിട്ടുള്ളത് 21,305 എന്ന് പറയുന്നത് വലിയൊരു ലോ ആണ്. അതായത് ഈ 21,301 എന്ന് പറയുന്ന സംഖ്യ ഇതിന് മുന്നേ ടച്ച് ചെയ്ത ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 2024-ലായിരുന്നു. ഓക്കെ, അത്രയും ലോയിലേക്ക് താഴേക്ക് മാർക്കറ്റ് വന്നു എന്നാണ് പറയുന്നത്. ഇതിനു മുന്നേ മാർക്കറ്റ് മുകളിലേക്ക് ഓൾ ടൈം ഹൈ ആയി ടച്ച് ചെയ്തത് ജൂൺ 3rd ആയിരുന്നു. ജൂൺ 3rd എന്ന് പറയുന്നത് തിങ്കളാഴ്ചയായിരുന്നു.
തിങ്കളാഴ്ച 23,338 ആണ് മാർക്കറ്റ് ഹൈ ടച്ച് ചെയ്തത്. ഈ തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 31st എന്ന് പറയുന്ന വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ എക്സിറ്റ് പോൾ റിസൾട്ടിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിച്ചത്, മാർക്കറ്റിൽ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കാണുന്നത് 31st മെയിലെ ചാർട്ടാണ്. അതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 22,530 എന്ന് പറയുന്നതാണ്. ഈ 22,530 നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് എന്നാണ് പറയുന്നത്. ഗ്യാപ്പ് അപ്പ് കാണാൻ കഴിയുന്നത് ഓപ്പൺ ചെയ്ത് 23,337 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. അതായത് ഒരു 600 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ 800 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് സംഭവിക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും വലിയ അൺഫോർച്ചുനേറ്റ് ഇവന്റ് ആണ്. അങ്ങനെയൊന്നും ഗ്യാപ്പ് അപ്പ് സംഭവിക്കാറില്ല. അത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് സംഭവിക്കുക എന്ന് പറയുന്നത് FIIsന്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയൊരു സാന്നിധ്യം മാർക്കറ്റിൽ വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായത്. സോ ഇതിനെ സംബന്ധിച്ചാണ് കോൺസ്പിറസി ഉണ്ടെന്ന് നമ്മുടെ പ്രതിപക്ഷ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും അവതരിപ്പിച്ചത്. ഈ കോൺസ്പിറസി എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് JPC എന്ന് പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വേണം, കമ്മിറ്റിയുടെ കീഴിൽ ഒരു കമ്മിറ്റിയാണ് അന്വേഷിക്കേണ്ടത് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ അത്തരത്തിലൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ് ഇത് എന്ന് പ്രതിപക്ഷം വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് കൂടുതലായിട്ട് പഠിച്ചു നോക്കാം. എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിലായിരുന്നു കുറെ നാളായി ട്രേഡ് ചെയ്തിരുന്നത്. അതായത് മാർക്കറ്റ് ഒരു 21,792 എന്ന് പറയുന്ന ഒരു സ്വിംഗ് ലോയും അതുപോലെ തന്നെ 22,738 എന്ന് പറയുന്ന ഒരു സ്വിംഗ് ഹൈയും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ടച്ച് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ 21,800 എന്ന് പറയുന്ന സോണിലേക്ക് വീണ്ടും വരികയും അവിടെ വീണ്ടും ഈ ലോ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഹൈയിലേക്ക് പോയി 22,738 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ മാർക്കറ്റ് കുറച്ച് നാൾ ഒരു 2 months ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ് കാണപ്പെടുന്നത്. 19th April എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ ഫേസ് ഓഫ് എലക്ഷൻ, അതായത് നമ്മൾ ഇന്ത്യ രാജ്യത്തെ എലക്ഷൻ നടക്കുന്ന 7 ഫേസിലാണ് എന്ന് നമുക്കറിയാം. ഈ 7 ഫേസിൽ ആദ്യത്തെ ഫേസ് ഓഫ് എലക്ഷൻ നടന്നത് 19th April ആയിരുന്നു. അന്ന് മാർക്കറ്റ് വന്നിട്ടുള്ളത്, മാർക്കറ്റ് വളരെ ലോയിലാണ് നിന്നിരുന്നത്, വളരെ ലോ എന്നല്ല സ്വിംഗ് ലോയിലാണ് നിന്നിരുന്നത്. സ്വിംഗ് ലോയിൽ നിന്ന് അന്ന് പ്രധാനമന്ത്രിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്ററുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ June 4th മുമ്പ് ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് സ്റ്റോക്സ് എല്ലാം മേടിച്ചോളൂ, ഇന്ത്യൻ മാർക്കറ്റ് കുതിപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കമന്റ് പ്രധാനമന്ത്രി അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിക്കുകയുണ്ടായി. സോ നമുക്കറിയാം ഇതുവരെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസോ ഗവൺമെന്റോ ഇത്തരത്തിലൊരു കമന്റ് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഈവൻ ദോ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന് മാത്രമാണ് അത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് സെബി നിയമം കൂടി ഇരിക്കെ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുകയും അന്ന് മാർക്കറ്റ് വലിയൊരു കുതിപ്പ് തന്നെ മാർക്കറ്റിൽ ഉണ്ടായി. 19th April സ്വിംഗ് ലോയിൽ നിന്ന് മാർക്കറ്റ് കുതിച്ചു വരികയും അവിടെ നിന്ന് പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും, അങ്ങനെ വീണ്ടും സ്വിംഗ് ഹൈയിൽ ടച്ച് ചെയ്യുകയാണ് ഉണ്ടായത്. സോ 3rd May വീണ്ടും സ്വിംഗ് ഹൈയിൽ ടച്ച് ചെയ്തതോടുകൂടി അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് 13th May വീണ്ടും മാർക്കറ്റ് സ്വിംഗ് ലോ എന്ന് പറയുന്ന 21,800 വീണ്ടും ടച്ച് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്, ഞാൻ സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, 13th May ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് ഒരു ബിസിനസ് ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂലായിരുന്നു ഇത്തരത്തിൽ സംസാരിച്ചത്. മാർക്കറ്റ് വീണ്ടും അദ്ദേഹം പറയുക ഇതേ സെയിം കമന്റ് ആണ്, June 4th മുന്നേ നിങ്ങൾ സ്റ്റോക്സ് എല്ലാം മേടിച്ചോളൂ, നിങ്ങളുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് കുതിച്ചു വരാൻ പോവുകയാണ്. ഇതാണ് അന്നും സംഭവിച്ചത്. സോ അവിടെ നിന്ന് വീണ്ടും ബൈയിങ് നടന്നു, വീണ്ടും സ്വിംഗ് ലോയിൽ നിന്ന് വീണ്ടും ബൈയിങ് നടന്ന് മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ഹൈ ബ്രേക്ക് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 23 May നമ്മുടെ സ്വിംഗ് ഹൈ എന്ന് പറയുന്ന 22,700 എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിലൂടെ ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണമെന്നും അത് ഇതിലൂടെ അറിയിക്കുകയാണ്. സോ ഇങ്ങനെ ഒക്കെ നടന്നപ്പോൾ നമ്മൾ എങ്ങനെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇത്തരത്തിൽ സ്കാമുകൾ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ്സ് നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നമുക്ക് എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോൾട്ട് പരിപാടിയാണ് അല്ലെങ്കിൽ അതൊരു സ്കാം പരിപാടിയാണ് എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. നമുക്കറിയാം ഹർഷത് മേത്ത സ്കാം എന്ന് പറയുന്ന വലിയൊരു സ്കാം ഇന്ത്യൻ വിപണിയെ താറുമാറാക്കി പോയത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. സോ അതുകൊണ്ട് തന്നെ പലർക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മികച്ച പരിപാടിയായിട്ട് പറയുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല. സോ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമുക്ക് ഒരുപാട് മെന്റേഴ്സ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഒരു മെന്റർ, അതിൽ ഞാൻ എന്നെ പേഴ്സണലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ മെന്ററായിട്ട് കാണുന്ന അദ്ദേഹമുണ്ട്, PR സുന്ദർ എന്ന് പറയുന്ന. ഇദ്ദേഹത്തിന്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അന്ന് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
നമ്മൾക്ക് എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ നമ്മളുടെ ക്ലയൻസിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യാൻ പറഞ്ഞത് എന്ന് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം. അന്നേ ദിവസം മാർക്കറ്റ് ഹൈ ആയി എന്നിരിക്കെ നമ്മൾ പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന പല സ്റ്റോക്കുകളും, ഇനിയും പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മൾ വിശ്വസിച്ചിരുന്ന പല സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്തു, അന്നത്തെ ദിവസത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ നമ്മൾ ഒരിക്കലും എല്ലാ സ്റ്റോക്കുകളും എക്സിറ്റ് ചെയ്യാൻ പറയുകയുണ്ടായില്ല. നമ്മൾ എക്സിറ്റ് ചെയ്തത് ഹ്യൂജ് പ്രോഫിറ്റ് അടിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ, നമുക്കൊരു 100% അല്ലെങ്കിൽ 150% ഒക്കെ പ്രോഫിറ്റ് അടിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ വിറ്റുകൊണ്ട് ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്റർ ആവുകയാണ് ചെയ്തത്. സോ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് ബുക്ക് ചെയ്ത് വെക്കുന്നു, അതിലൂടെ നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ സേഫ് ആക്കി വെക്കുന്നു. നമുക്കറിയില്ല മാർക്കറ്റ് ഇങ്ങനെ 9% താഴോട്ട് പോയി ഇനിയും താഴോട്ട് പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തത്. അങ്ങനെ വളരെ ഒരു ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഫ്റ്റി 50യിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, അതും അല്ലെങ്കിൽ നിഫ്റ്റി മെറ്റലിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, നിഫ്റ്റി ഫാർമയിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, ഇങ്ങനെ പല ഇൻഡെക്സുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകളെ നമ്മൾ വിറ്റുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സേഫ് സോണിലേക്ക് കടന്നു. ഇങ്ങനെ സേഫ് സോണിലേക്ക് കടന്നത് വഴി നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഈ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന ചെറിയ രീതിയിൽ ഒരു ലോങ് ടേം 10 ഇയേഴ്സിലേക്കോ അല്ലെങ്കിൽ 20 ഇയേഴ്സിലേക്കോ ഒക്കെ പ്ലാനിൽ നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്ന ചെറുകിട സ്റ്റോക്കുകൾ. അത്തരത്തിൽ നമ്മൾ വിൽക്കാത്ത സ്റ്റോക്കുകൾക്കും ചിലപ്പോൾ എഫക്ട് ചെയ്തേക്കാം. നമ്മൾ വിറ്റിട്ടില്ല, നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് അറിയാം, പക്ഷെ നമ്മൾ ഇട്ട ക്യാപിറ്റൽ മണി അവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ ക്യാപിറ്റൽ മണി വിറ്റെടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിൽക്കാതിരുന്നത്. സോ അങ്ങനെ വിൽക്കാത്ത സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് നമ്മൾ ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ ബീറ്റ വാല്യൂ നോക്കുകയും അതനുസരിച്ച് നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലോ നിഫ്റ്റി ഓപ്ഷൻസിലോ കയറി നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാൻ, നമുക്ക് അതിൽ വരുന്ന ലോസ് നമ്മൾ എന്ത് ചെയ്യും, നിഫ്റ്റിയിൽ വരുന്ന മാറ്റത്തിൽ നിന്ന് വരുന്ന ലോസിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യും. ഇങ്ങനെയാണ് അതിനെ പറയുന്നത്. ഇങ്ങനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെഡ്ജിങ് സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒബ്സ്ട്ര എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡറിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. സ്ട്രാറ്റജി ബിൽഡറിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിൽഡർ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് പോകണം. അവിടെ നിഫ്റ്റി ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, നിഫ്റ്റി 23,000 നിന്നിരുന്ന സമയത്ത് നിഫ്റ്റി 23,000 എന്ന് പറയുന്ന ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും, ഇത്തരത്തിലൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ഇതിൽ വന്ന പ്രീമിയം 220 റുപ്പീസ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഡിസംബർ ഓപ്ഷനിലേക്ക് പോയിക്കൊണ്ട് അവിടെ ഒരു 26,000 എന്ന് പറയുന്ന ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ നിഫ്റ്റിയിൽ വരുന്ന ഫ്യൂച്ചേഴ്സ്, നിഫ്റ്റി പുട്ട് ഓപ്ഷനിൽ കിട്ടുന്ന പ്രീമിയത്തെ കവർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു 26,000 കോൾ ഓപ്ഷന്റെ ഒരു പ്രീമിയം ക്യാപ്ചർ ചെയ്തു വെച്ചു. ഇനി താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം താഴോട്ട് പോകും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 27 ജൂൺ, ഈ മന്ത് ജൂണിലുള്ള 21,000 എന്ന് പറയുന്ന പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പേ ഓഫ് ചാർട്ട് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഥവാ മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ മാത്രമാണ് ഇവിടെ വെക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോബ്ലം ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് പ്രോഫിറ്റ് തരും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് മുകളിലേക്ക് പോയാൽ നമുക്കൊരു പ്രോബ്ലം അല്ല. സോ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ലോസ് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും അത് ഉടനെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ലോസ് വരാതിരിക്കാൻ നമ്മൾ ചെയ്ത ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ കാണുന്നത്, മാർക്കറ്റ് 21,000 വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 50,000 റുപ്പീസ് വരെ പ്രോഫിറ്റും, അതിന് താഴോട്ട് എത്ര പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് നമുക്കൊരു 50,000 എന്ന് പറയുന്ന രീതിയിൽ ലോക്ക് ചെയ്തു വെക്കാനും നമ്മുടെ പോർട്ട്ഫോളിയോനെ അങ്ങനെ ഹെഡ്ജ് ചെയ്തു വെക്കാനും കഴിയുകയാണ് സാധിക്കുക. സോ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു വെച്ചതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും മാർക്കറ്റിലെ ആ ഫോളിൽ നിന്ന് നമുക്കൊരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. അപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇത്തരത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സോ അവർക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മുഴുവനായി വീഡിയോ കണ്ടവർക്ക് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ടൈം വർത്ത് ആയിരിക്കും. കാരണം ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.